ലോകത്ത് ഒരു പുരുഷനും എൻ്റെ ശവകുടീരം കണ്ടെത്തില്ല. അതിന് മനുഷ്യകുലത്തിന് സാധിക്കില്ല. ക്ലിയോപാട്രയുടെ വാക്കുകളാണിവ. ഈജിപ്തിൻ്റെ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ക്ലിയോപാട്രയോളം ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടാകില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര വനിതകളോടൊപ്പം മുമ്പിലുണ്ട് ക്ലിയോപാട്ര. ഈജിപ്തിൻ്റെ റാണിമാരിൽ ഏറ്റവും ധീരയായ വനിത. അസാമാന്യ ബുദ്ധിയും സാമർത്ഥ്യവും നേതൃത്വ ഗുണവും കൈമുതലാക്കിയ വ്യക്തിത്വം. സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്. ലോകതന്ത്രശാലിയായ ഭരണാധികാരി എന്ന് വിളിച്ചിട്ടുണ്ട് ക്ലിയോപാട്രയെ. ടോളമി രാജവംശത്തിലെ അവസാന ഫറോയുടെ ഭരണമികവ്. എന്നാൽ ക്ലിയോപാട്രയും ജൂലിയസ് സീസറും മാർക്ക് ആന്റണിയും ഉൾപ്പെട്ട ആ കുഴഞ്ഞുമറിഞ്ഞ പ്രണയബന്ധം ഈജിപ്തിൻ്റെയും റോമിൻ്റെയും ചരിത്രത്തെ മാറ്റിമറിക്കുക തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ലോകം അതിൻ്റെ സദാചാര ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത ക്ലിയോപാട്രയുടെ പ്രണയ ചാബല്യങ്ങളെ പറ്റിയല്ല, റോമാ സാമ്രാജ്യങ്ങളെ പറ്റിയല്ല, ടോളമി രാജവംശത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുമല്ല, മറിച്ച് ലോകം ഇന്നും തിരയുന്ന ക്ലിയോപാട്രയുടെ ശവകുടീരത്തെയാണ്. കയ്യെത്തും ദൂരത്ത് എത്തിയാലും പിടിതരാതെ ഒളിച്ചു കളിക്കുന്ന ആ നിഗൂഢ നിലവറയെക്കുറിച്ചാണ്. തൻ്റെ ശവകുടീരം കണ്ടെത്താൻ മനുഷ്യകുലത്തിന് കഴിയില്ല എന്ന ക്ലിയോപാട്രയുടെ വാക്കുകൾ ഈജിപ്തിലെങ്ങും മുഴങ്ങിക്കേൾക്കുന്നു. എണ്ണമറ്റ ചരിത്രകാരന്മാരും ഗവേഷകന്മാരും ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്താനായി വർഷങ്ങളോളമാണ് അലഞ്ഞത്. ഒരിക്കലും കണ്ടെത്തില്ല എന്നു കരുതിയ പല ശവകുടീരങ്ങളും മമ്മികളും മറ്റും ലോകം കണ്ടിരുന്നെങ്കിലും ക്ലിയോപാട്രയുടെ ശവകുടീരം അതേ പ്രൗഢിയോടെയും പ്രതാപത്തോടെയും ഈജിപ്തിലെവിടെയോ മറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടിത്തട്ടിലെവിടെയോ. പുരാതന അലക്സാൻഡ്രിയയിലാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം എന്നതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ നടത്തിയതാവട്ടെ കാത്തലിൻ മാർട്ടിനസ് എന്ന പുരാവസ്തു ഗവേഷകയും. 2024 ഡിസംബറിലാണ് തൻ്റെ 10 വർഷക്കാലത്തെ തിരച്ചിലിനൊടുവിൽ ചില തെളിവുകളെങ്കിലും കാതലിൻ എത്തുന്നത്. അലക്സാൻഡ്രിയയ്ക്ക് പുറത്ത് ഒരു പുരാതന നഗരത്തിൽ താപ്പോസിരിയക്സ് മാഗ്നയിൽ എന്ന കിരീടമണിഞ്ഞ ഒരു രൂപം കണ്ടെത്തിയതായാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം ഇവിടെ തന്നെയെന്ന് നിഗമനത്തിലേക്ക് കാത്തലിനെ എത്തിച്ചത്. ഈ പ്രതിമയുടെ മുഖത്ത് ക്ലിയോപാട്രയുടെ ഛായ ഉണ്ടെന്ന നിഗമനം. ഇവിടെ നിന്ന് കണ്ടെത്തിയ 337 നാണയങ്ങളിലും ക്ലിയോപാട്രയുടെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ട്. പല ചരിത്രകാരന്മാർ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ക്ലിയോപാട്രയുടെ ശവകുടീരം താപ്പോസിരിയസ് മാഗ്നയിൽ തന്നെയാണ് എന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാത്തലിൻ എന്ന ഗവേഷക. ഈജിപ്തിലെ പ്രമുഖ ദേവതയായ ഒസീറസിൻ്റെ അവതാരമായാണ് ക്ലിയോപാട്രയെ കാണപ്പെട്ടിരുന്നത്. ഈ ആരാധനാലയത്തിന് 1.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കം അടുത്തിടെ കണ്ടെത്തിയിരുന്നു. തുരങ്കത്തിൻ്റെ ഒരു ഭാഗം കടലിനുള്ളിൽ മുങ്ങിയ നിലയിലും. CE 365 കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ച ഒരു മഹാപ്രളയത്തിൻ്റെ ബാക്കിപത്രമാണ് ഇതെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഈ പ്രളയം കണക്കിലെടുത്ത് തന്നെയാണ് അലക്സാൻഡ്രിയയ്ക്ക് 25 മൈൽ മാറിയാണ് ക്ലിയോപാട്ര ഉള്ളതെന്ന് കാത്തലിൻ്റെ നിഗമനം. എന്നാൽ ഈ തുരങ്കം കണക്ട് ചെയ്യുന്നത് പുരാതന അലക്സാൻഡ്രിയയുടെ അവശിഷ്ടങ്ങളിലേക്കാണെന്നും പറയപ്പെടുന്നു. ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്തിയാൽ മാർക്ക് ആന്റണിയുടെയും ശവകുടീരം അതിനൊപ്പം കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ചരിത്രകാരന്മാരെ ഏറ്റവും കൂടുതൽ ഭ്രമിപ്പിക്കുന്നത്. ക്ലിയോപാട്രയുടെ കൂടെ മാർക്ക് ആന്റണിയെയും അടക്കം ചെയ്തിരിക്കുന്നു എന്നാണ് വിശ്വാസം. സർപ്പദംശമേറ്റ് സ്വയം മരിക്കുന്നതിന് മുൻപ് തനിക്കും ആന്റണിക്കും മരണശേഷം വേണ്ടതെല്ലാം ക്ലിയോപാട്ര പറഞ്ഞേർപ്പാട് ചെയ്തിരുന്നു. തങ്ങളെ ഒരുമിച്ച് ഒരു ശവകുടീരത്തിൽ അടക്കം ചെയ്യണമെന്നായിരുന്നു ക്ലിയോപാട്രയുടെ ആഗ്രഹം. അത് ഒരിക്കലും മനുഷ്യകുലത്തിന് കണ്ടെത്താൻ ആവരുത് എന്ന നിർബന്ധവും ക്ലിയോപാട്രയ്ക്ക് ഉണ്ടായിരുന്നു. ഭാവിയിൽ കടലിനടിയിൽ ആയേക്കും എന്ന മുൻകൂട്ടി കണ്ടതാണോ താപ്പോസിരിയസ് മാഗ്നയിൽ ക്ലിയോപാട്രയുടെ ശവകുടീരം ഒരുക്കിയതെന്ന് ചിന്തിച്ചാലും അതിൽ അതിശയമൊന്നുമില്ല. ഈജിപ്തുകാരുടെ വിശ്വാസം രാജാക്കന്മാർ ദൈവങ്ങളാണെന്നും അവർക്ക് മരണമില്ല എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രാജാക്കന്മാരെ അടക്കുന്ന കൂട്ടത്തിൽ അവർക്ക് സ്വർഗത്തിൽ വേണ്ട അല്ലെങ്കിൽ മരണശേഷം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരുടെ ശവകുടീര വെക്കുക എന്നത് തുടർന്നു പോന്നിരുന്നു.
ശരീരങ്ങൾ ജീർണിക്കാതെ ഇരിക്കാനും അവരുടെ ശരീരങ്ങൾക്ക് സ്വർഗത്ത് ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ട് അവരുടെ കല്ലറകൾ നിറയ്ക്കപ്പെട്ടു. ആ ശരീരങ്ങൾ മമ്മി എന്നും വിളിച്ചു. ഇന്നും ക്ലിയോപാട്രയെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്.